എല്ലാവർക്കും നമസ്കാരം. തേങ്ങയില്ലാത്ത ഒരു ചട്നി ഉണ്ടാക്കിയാലോ? അതിനായി ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ നിലക്കടല, 1 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, സവാള, വെളുത്തുള്ളി വേണമെങ്കിൽ 1-2 അല്ലി വെളുത്തുള്ളി, തക്കാളി 2-3 തക്കാളി, ഇവയെല്ലാം തന്നെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ കൂടി ചേർത്ത് അല്പസമയം അടച്ചു വെക്കണം. 1-2 മിനിറ്റ് അടച്ചു വെച്ച് തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് നമ്മൾ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് പിന്നീട് ഒരു മിനിറ്റ് കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിരിക്കും. അപ്പോഴതിൻ്റെ തൊലിയൊക്കെ മാറ്റിക്കളഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കായപ്പൊടി, ഒന്ന് അല്പം കളർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് തണുത്തു വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. കട്ടച്ചമ്മന്തിയാണ് ആവശ്യമെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കട്ടച്ചമ്മന്തി തയ്യാറായി. വെള്ളം ചേർത്ത ചമ്മന്തിയാണ് ആവശ്യമെങ്കിൽ നന്നായി മിനുക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി എത്രയാണോ ലൂസ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കടുക് താളിച്ചെടുത്തു കഴിഞ്ഞാൽ രുചികരമായ തേങ്ങയില്ലാത്ത ചട്നി തയ്യാറായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ദോശയോടൊപ്പവും ഇഡ്ഡലിയോടൊപ്പവും കഴിക്കാവുന്ന രുചികരമായ ഒരു ചട്നിയാണ് ഇത്. വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.